എഴുതാനും വായിക്കാനും മര്യാദക്ക് പറ്റാത്ത ഒരാൾ മ്യൂസിക് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു, എയർലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നു, സ്വന്തമായിട്ടൊരു ഐലൻഡ് വാങ്ങുന്നു, ബില്യണർ ആകുന്നു, 7 ഗിന്നസ് വേൾഡ് റെക്കോർഡ് അടിക്കുന്നു. ഞാൻ പറയുന്നത് വേറെ ആരെയും കുറിച്ചല്ല, അഡ്വഞ്ചറർ, ഓണ്ടർപ്രണർ ആൻഡ് വിർജിൻ ഗ്രൂപ്പിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള റിച്ചാർഡ് ബ്രാൻസനെ കുറിച്ചാണ്. പുള്ളിനെ കുറിച്ച് വീഡിയോ ചെയ്യാനുള്ള റീസൺ, കുറച്ചാൾ മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ട്, പുള്ളിയുടെ ഒരു ബുക്ക് ഉണ്ട്, ലൂസിങ് മൈ വിർജിനിറ്റി. ആ ഒരു ബുക്ക് അവൻ വായിച്ച സമയത്ത് അവനിക്ക് പുള്ളിയുടെ ഒരു അഡ്വഞ്ചർ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. അത് അവനിക്ക് ഷെയർ ചെയ്ത്. അഡ്വഞ്ചർ ഇതായിരുന്നു, അറ്റ്ലാന്റിക് ഓഷൻ ഹോട്ട് ബലൂൺ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്ത് ക്രോസ് ചെയ്തു. എന്നിട്ട് ആ പുള്ളിക്ക് അതിന് ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡൊക്കെ പുള്ളി കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായത് പുള്ളി അത് മാത്രമല്ല, പുള്ളി കുറേ അഡ്വഞ്ചർ ചെയ്തിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ ഉണ്ടെങ്കിൽ 70ാമത്തെ വയസ്സിൽ പുള്ളിയുടെ സ്വന്തം സ്പേസ് കമ്പനിയിലെ സ്പേസ് ഫ്ലൈറ്റ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്ത് പുള്ളി സ്പേസിലോട്ട് ട്രാവൽ ചെയ്തിട്ടുണ്ട്. പുള്ളി അഡ്വഞ്ചർ മാത്രമല്ല, കുറേ കമ്പനീസും ബിൽഡ് ചെയ്തിട്ട് കുറേ ബ്രാൻഡ്സും ഒക്കെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. സോ സക്സസ്ഫുൾ ആയിട്ടുള്ള ഓണ്ടർപ്രണേഴ്സിൻ്റെ സ്റ്റോറീസ് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ സക്സസ്ഫുൾ ആയിട്ടുള്ള അഡ്വഞ്ചർ വൈബുള്ള സ്റ്റോറീസ് കേൾക്കണമെങ്കിൽ റിച്ചാർഡ് ബ്രാൻസന്റെ സ്റ്റോറീസ് കേട്ടാൽ മതി. കാരണം പുള്ളിയുടെ ചെറുപ്പം തൊട്ട് പുള്ളി ചെയ്ത കുറേ കാര്യങ്ങൾ, പുള്ളി സ്റ്റാർട്ട് ചെയ്ത കുറേ ബ്രാൻഡ്സ്, കമ്പനീസ്, അതേപോലെ പുള്ളി ചെയ്ത കുറേ അഡ്വഞ്ചേഴ്സും ഒക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കുറേ കോൺഫിഡൻസും ഇൻസ്പിറേഷനും മോട്ടിവേഷനും തരുന്ന സ്റ്റോറീസാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ റിച്ചാർഡ് ബ്രാൻസനെ കുറിച്ച് കൂടുതലായിട്ട് അറിയുന്നതിന് വേണ്ടി ഈ കാണുന്ന വീഡിയോസൊക്കെ കണ്ടാൽ മതി. കാരണം പുള്ളിനെ കുറിച്ച് ഒരു റീലിൽ പറയണ എത്രയില്ല, കുറേ കാര്യങ്ങൾ പറയാണ്ട് ശരിക്കും പറഞ്ഞാൽ. എനിക്ക് പുള്ളിയുടെ കുറച്ച് വെറൈറ്റി സംഭവങ്ങളൊക്കെ സെപ്പറേറ്റ് റീൽസ് ആയിട്ട് ചെയ്യണമെന്നുണ്ട്. ഞാൻ എന്തായാലും ഫ്യൂച്ചറിൽ ചെയ്യുന്നതായിരിക്കുള്ളൂ. സോ ദാറ്റ്സ് ഇറ്റ്.